പുതിയ വീട് താഴെ ഞങ്ങൾ ഇതില്ല പഠിക്കാൻ കണ്ടോ. ഇതേ അമ്മുക്കുട്ടിയുടെ കൈക്ക് വേദന. അപ്പം അമ്മുക്കുട്ടി ഇതുകൊണ്ട് എണ്ണ കാച്ചി നമുക്ക് കയ്യെ പുരട്ടാം അല്ലേ? അമ്മുക്കുട്ടിന് പറ്റിത്തരുവോ? നമുക്കിത് ഇത് പറിക്കാം. ഇതാണ് ഇത് ചങ്ങലം പരണ്ട. കണ്ടോ ചങ്ങലം പരണ്ട. മോള് പിടിക്കണ്ട, കൈ ചൊറിഞ്ഞാലോ. അമ്മുക്കുട്ടിയുടെ കൈ ചൊറിയില്ല. ഒരെണ്ണൂടെ പറിക്കാം. ഇവിടെ ഇരിക്കട്ടെ മോള് തൊടണ്ട. അമ്മുക്കുട്ടി ഇത് പറിച്ചിട്ട് മോള് തൊട്ടാ മതി. കണ്ടോ കണ്ടോ അത് നമ്മുടെ മഞ്ഞളാണ്, അത് കസ്തൂരി മഞ്ഞളാണ്. അതൊക്കെ പിന്നെ പറിക്കാം. കണ്ടോ ഞങ്ങള് ആവശ്യത്തിനുള്ള ഒന്നുകൂടെ പറിക്കാം. കുറഞ്ഞു പോകണം. ഇതിന്റെ ഇല കണ്ടോ? കണ്ടോ ഹൃദയത്തിന്റെ ആകൃതിയിലാണ് ചങ്ങലം പരണ്ടയുടെ ഇല. കണ്ടോ ഇതാണ്. ഇത് ഇങ്ങനെ മുട്ടുമുട്ടായിട്ട് നമ്മുടെ അസ്ഥിയൊക്കെ ഒടിഞ്ഞാൽ അത് യോജിക്കാനും ഒക്കെ ഇത് നല്ല ഉപകാരപ്പെടും. കൈക്കും കാലിനും ഒക്കെയുള്ള വേദന കുറയ്ക്കാനും ഒക്കെ അത് ഇതിന് ഒത്തിരി ഉപയോഗമുണ്ട്. ഇവിടെ ഇപ്പം ഭയങ്കര വെയിലായോണ്ട് നമുക്ക് താഴോട്ട് പോകാം. ഇതുണ്ടാക്കാം, എണ്ണ ഉണ്ടാക്കുന്നത് കാണിക്കാം. ഇറങ്ങിക്കോ. ഞങ്ങള് മേളിൽ നിന്ന് ഇതേ ചങ്ങലം പരണ്ട പറിച്ചോണ്ട് വന്ന് കൈ തേക്കണം. അപ്പൊ ആദ്യം പറയാം. ഇതേ എന്താന്നോ ഇതിന്റെ ഇല ഇതൊക്കെ കണ്ടോ? ഇതിങ്ങനെ നമ്മുടെ പഴയ കാലത്ത് എല്ലാവരും ഇതൊക്കെയാ ഉപയോഗിച്ചിരുന്ന. നാട്ടിൻപുറത്ത് ഒക്കെ ഈ ചങ്ങലം പരണ്ടാന്ന് വെച്ചാൽ അത് ചെവിക്ക് വേദന വരുമ്പോഴും ഒക്കെ. പക്ഷെ ഇപ്പൊ ഒന്നും ആരും അങ്ങനെ ഉപയോഗിക്കില്ല. പക്ഷെ ഇതുണ്ടല്ലോ നമ്മുടെ കൈക്കോ കാലിനോ ഒക്കെ ചെറിയ ചതവോ ഒടിവോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് എല്ലാത്തിനും ഉണ്ടെങ്കിൽ പറയട്ടെ കുട്ടണ. അപ്പൊ നമുക്ക് എണ്ണ കാച്ചി പിന്നെ ചമ്മന്തി അരച്ചും ഒക്കെ ഇത് കഴിക്കും. പക്ഷെ ചമ്മന്തി അരച്ച് കഴിക്കുമ്പം വാളംപുളി നന്നായിട്ട് ചേർക്കണം. അതുകൾക്ക് തന്നെ നമുക്കത് ചിലപ്പോൾ ഇച്ചിരി റിസ്ക് ആണ്. നമുക്ക് അറിയാതെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിന് കയ്പോ അല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതേ ഞാൻ ഇത് ഗ്ലൗസ് തന്നെ ഇട്ടിരിക്കുന്നത്. അത് ഞാൻ ഇട്ടില്ല. ഇതിങ്ങനെ ഇതെല്ലാം ഇങ്ങനെ അരിഞ്ഞ് നമ്മൾ എടുത്തിട്ട് ഇത് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. കണ്ടോ ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുത്താൽ മതി. ഇത് കണക്ക് തന്നെ ഈ എല്ല് കൂടുമെന്നാ പറയുന്നത്. അതാണ് ഇതിന്റെ. ഇപ്പൊ എനിക്ക് കൈക്ക് വേദനയായതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഉണ്ടാക്കി വിൽക്കാം എന്ന് വിചാരിച്ചു. അല്ലാതെ പിന്നെ ഒടിവിനും ചതവിനും ഒക്കെ പണ്ട് ഇതാ ഉപയോഗിക്കുന്ന എല്ലാവരും. പറഞ്ഞോളൂ. ഇരുന്ന് കഴിച്ചു തേക്കണ്ട. ഇങ്ങനെ ഇത് ഞാൻ മൊത്തം ഇത് അരിഞ്ഞിടാം. പക്ഷെ അത് എന്നിട്ട് നമ്മളത് ഇത് ഈ മിക്സിയിലിട്ട് ഞാനിത് അരിഞ്ഞിട്ടിട്ട് ഇത് മൊത്തം അരിഞ്ഞിട്ടിട്ട് ഇത് മിക്സിയിൽ ഇങ്ങനെ ഇട്ടിട്ട്. എന്നാൽ സാധാരണ ഉപയോഗിക്കേണ്ടത് ഇങ്ങനത്തെ കല്ലേലിട്ട് ഇടിക്കണം. ഇടിച്ച് ചതച്ചിട്ടാണ് എടുക്കേണ്ടത്. പക്ഷെ എനിക്ക് ഇതിങ്ങനെ ഇടിക്കുമ്പോൾ ചെറിയ കല്ലായതുകൊണ്ടേ തെറിച്ച് വീഴും. അമ്മുക്കുട്ടന്റെ മേത്തും ഒക്കെ വീഴും. അതുകൊണ്ട് ഞാനിപ്പം തൽക്കാലം സ്വല്പം നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനല്ലേ അപ്പൊ ഇച്ചിരി മിക്സിയിലാണ് ഒന്ന് ഇതായിട്ട് എടുക്കുന്നത്. എന്നിട്ട് എടുത്തിട്ട് വന്നിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. നമ്മളിത് അരച്ചോണ്ട് വന്നു മിക്സിയില്. ഇത് ശരിക്കും കൂടെ അരക്കണമെന്നില്ല. ഇത് നമുക്ക് എന്നിട്ട് പറയാൻ കൂട്ടാം. ഇതിങ്ങനെ എന്നിട്ട് ഇതിന്റെ പിഴിഞ്ഞ് ഇതിന്റെ പിശിടില്ലേ ഇത് കണ്ടോ? ഇതിങ്ങനെ ഇതിങ്ങനെ നമുക്ക് എടുക്കണം. എടുത്തിട്ട് ഇത് ഇങ്ങനെ ഇതിനകത്തോട്ട് ഇങ്ങനെ അരിച്ച് ഇതിന്റെ നീരെടുക്കണം. ഇത് പിന്നെ അരയ്ക്കുമ്പോ ഇല്ലേ നമുക്ക് മിക്സി വെറുതെ ഇട്ട് അരയ്ക്കുമ്പോ അതിന്റെ നീര് ഒരുപാട് നമുക്ക് കിട്ടില്ല. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം ഒരു കൈ വെള്ളം തളിച്ച് വേണം ഇത് മിക്സിയിൽ അടിച്ചെടുക്കാൻ. പക്ഷെ കല്ലേ വെച്ചാണെങ്കിലും ഈ ഇടികല്ലേ വെച്ച് ഇടിച്ചെടുക്കുവാണേലും ഒരു സ്വല്പം
നീര് വെള്ളം തളിക്കണം, അല്ലെങ്കിൽ അല്ലെ വെള്ളം കിട്ടുകയില്ല. നമുക്ക് വീട്ടിലെ ആവശ്യത്തിനായോണ്ട് നമ്മൾ കുറച്ചേ ഇപ്പൊ ഉപയോഗിക്കുന്നുള്ളൂ. കണ്ടോ, ഇങ്ങനെ കൈക്കും കാലിനും ഒക്കെ ചെയ്യാൻ പറ്റും. കണ്ടോ, ഈ അളവിലാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഇതിന്റെ നീര്. ഇത് ഇങ്ങനെ അത് പിടിഞ്ഞ് പിശിടുകയാണ്. ഇനി ഇത് കയ്യിൽ നിന്ന് ഊര എന്താന്നോ, പിന്നെ അല്ലെ കൈ ചൊറിയുമല്ലോ എന്ന് വെച്ചിട്ടാ. ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുപ്പ് കത്തിച്ച് ഒരു സ്വല്പം ചൂടുവെള്ളം, ഒരു ശകലം. ഇതെന്താന്നറിയാവോ, ഇത് ചെന്യായം. കണ്ടോ, ഇത് നമ്മള് സാധാരണ ഉപയോഗിക്കുന്ന ഇത് കണ്ടോ, ഇത് സാധാരണ മോളോ, ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ കുട്ടികളുടെയൊക്കെ പാലുകുടി നിർത്താനൊക്കെ, ഭയങ്കര ശാഠ്യം പിടിച്ച് പാല് കുടിക്കണമെന്ന് പറഞ്ഞ് വഴക്കിടുന്ന കുട്ടികളുടെയൊക്കെ പാലുകുടി നിർത്താനായിട്ട് അമ്മമാർ ഉപയോഗിക്കും. പിന്നെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ടേ വള്ളത്തിൽ നിന്ന് വീട് കഴിയുമ്പോൾ മുട്ടയും ചെന്നിയായൂടെ കൊടുക്കും, കാരണം ഉള്ളിലുള്ള കേടുകൾ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉപയോഗിച്ച് അത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് ഇപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഒരു ചെറിയ ഇത് ഇതിനകത്തോട്ട് ഒരു സ്വല്പം ഇടുക. കണ്ടോ, ഒരു ഇച്ചിരി ഇട്ട കുറച്ച്, അതിന് നമുക്ക് എത്രയാ ഈ ഇതുള്ള അനുസരിച്ച് ശകലം ഇട്ടിട്ട് അത് എടുത്തോണ്ട് വരട്ടെ മുക്കുട്ടി. ഇത് നിർത്തട്ടെ, ചൂടുണ്ട്. മറ്റേ ഈ നമ്മളിപ്പം ചൂടാക്കിയില്ലേ, ചെറിയൊരു ചൂടേ ഉള്ളു കേട്ടോ, ചെറിയൊരു ചൂട്. ആ വെള്ളം ഇതിനകത്തോട്ട് ശകലം ഒഴിക്കണം. ഇച്ചിരി ഒഴിച്ചാ മതി. എന്താന്നോ, ഇതൊന്ന് കലങ്ങാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഒരു ശകലം അതിനകത്ത് ഒഴിക്കണം. ഇതൊന്ന് കലങ്ങാൻ വേണ്ടിയിട്ടാണ്. അതവിടെ ഇരിക്കട്ടെ. അതിപ്പോ അത് ഇതായിട്ട് സെറ്റായിട്ട് അവിടെ ഇരിക്കട്ടെ. ചെന്നിയായി ഒഴിട്ടത് അത് തന്നെ. ഇനി അതെങ്ങനാന്നോ, ഇനി ആദ്യമേ ഇത് നല്ലെണ്ണ, അതായത് പിന്നെ എള്ളെണ്ണ. ഇതിപ്പോ എത്ര നമ്മൾ ഇതിന്റെ നീരെടുക്കുന്നോ അത്രയും തന്നെ അത്രയും തന്നെ അളവില് ഈ പിന്നെ ഇതും എടുക്കണം. ഇത് പോരാ, ഇത് വേണം. മറ്റേ രണ്ടാമത്തതാ, ഇതെടുക്കാം. അപ്പൊ ഇതിങ്ങനെ ഒത്തിരി തീ വെക്കണ്ട. എന്താന്നോ, ഇത് എളുപ്പം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം നമുക്ക് എണ്ണ ഒഴിക്കാം. അല്ല, ഇതിന്റെ അളവ് അറിയണമല്ലോ. ഇങ്ങനെ ഒരു കണ്ടോ, കറക്റ്റ് ഇതിന് ഒരളവ് അത്രയേ ഉള്ളൂ. കണ്ടോ, ശകലം കൂടുതൽ. അപ്പൊ നമുക്ക് എണ്ണ അതേപോലെ തന്നെ അതേപോലെ തന്നെ നമ്മൾ നല്ലെണ്ണയും മുമ്പ് ഇച്ചിരി കൂടുതലില്ലായിരുന്നോ, അതിന് വേണ്ടിയിട്ട് ഒരേ അളവിൽ. ഇതിപ്പോ ഇങ്ങനെ അളക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഒരേ അളവില് ഇത് എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പതുക്കെ ഇളക്കി ഇത് ചൂടാകട്ടെ. ഇനി നമുക്ക് അതെ ഇപ്പോഴേ ഇതിന്റെ ഇത് കക്കൻ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇത് ഇട്ട് കഴിയുമ്പോ പെട്ടെന്ന് കരിയുകയല്ലേ, എളുപ്പം ഇതാകില്ല. അപ്പൊ ചെറിയ തീയില് ഇങ്ങനെ നമുക്കിത് എണ്ണ കാച്ചിയെടുക്കാം. ഇതിന്റെ ഒന്ന് ചൂടായതേ ഉള്ളൂ. എണ്ണയും ഈ ഇതിന്റെ നീരൂടെ ഒഴിച്ചിട്ടൊന്ന് ചൂടായി. നമുക്ക് ഇനി ഇതിന്റെ ഈ ഇതിടാം. ചെന്യായവും ഈ കക്കവും കൂടെ എടുത്തു വെച്ചത് ഇതുകൂടെ അതിനകത്ത് ഇടാം. ഇനി ഇത് പതുക്കെ ചെറു തീയില് ഇത് മൂത്ത് വരട്ടെ.
ഇതിങ്ങനെ ചെറിയ തീയിൽ അതൊന്ന് മൂക്കട്ടെ. ഇതിപ്പം ചെളിപ്പരുവോ കണ്ടോ, എണ്ണയൊക്കെ തിരിഞ്ഞു കണ്ടോ, എണ്ണയായി. ഇതിൻ്റെ കളറ് കണ്ടോ, ദേ കണ്ടോ, ഏതാണ് എണ്ണയുടെ കളറ്, നല്ലൊരു പച്ച കളറ് കണ്ടോ. ഈ എണ്ണ ഇപ്പം ഇത്രയും മതി. ഇതിങ്ങനെ ചെറിയ തീയിൽ ഇത് മൂക്കാതെ ദേ കണ്ടോ, എണ്ണയുടെ കളറ് കണ്ടോ. ഇതാണ് ഇപ്പം പരുവം. ഇത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നീർക്കെട്ടുണ്ടേലോ വേദനയുണ്ടേലോ ഒക്കെ ഇത് തൂത്താൽ നല്ലതാണ്. അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയെ കാണാം. ഇതെല്ലാവരും ഈ ചങ്ങലംപരണ്ടയുടെ എണ്ണയൊക്കെ ഉണ്ടാക്കി വേദനയൊക്കെ ഉള്ളപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് തൂക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കണം. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം.